എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിൽ ഒരു മുൻ പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ പ്രദീപ് മാത്യു എന്നയാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പോസ്റ്റ് പെന്തക്കോസ്തുകാർക്കെല്ലാം മാനസിക പ്രയാസമുണ്ടാക്കുന്നതും പൊതുജനമധ്യേ പരിഹസിക്കപ്പെടാനിടയുള്ളതുമാണ്. പ്രദീപ് മാത്യു എന്നയാളുടെ പോസ്റ്റ് ഇവിടെ വായിക്കാം. 7 നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു പെന്തക്കോസ്തു പള്ളിയിൽ FGAG ചർച്ച്, ഇന്ദിരാനഗർ, കാലുകുത്തി. എൻ്റെ സ്വന്തം പള്ളിയിൽ ബ്രാക്കറ്റിൽ ഓർത്തഡോക്സ് ചർച്ച് ഇന്നലെ രാത്രി ഈസ്റ്റർ ശുശ്രൂഷ നടന്നതിനാൽ ഇന്ന് രാവിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ശുശ്രൂഷ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. ക്രിസ്തീയ വരികൾക്കൊപ്പം മികച്ച സംഗീതജ്ഞരും ഗായകരും അണിനിരുന്ന ഒരു ഒന്നാന്തരം മ്യൂസിക് കൺസേർട്ട് അനുഭവമാണ് അവിടെ ലഭിച്ചത്. ചടുലമായ ചുവടുകളുമായി ഒരു കൂട്ടം യുവാക്കൾ അൾത്താരയിൽ, പുൾപിറ്റിൽ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് ഞങ്ങളെ ഏറെ രസിപ്പിച്ചു. പ്രഭുദേവയെപ്പോലും വെല്ലുന്ന രീതിയിലായിരുന്നു അതിൻ്റെ കൊറിയോഗ്രാഫി. സൗജന്യ വിനോദത്തിനുള്ള നല്ലൊരിടമാണിതെന്നതിനാൽ സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് പോകാൻ ഞങ്ങൾ പദ്ധതിയിടുന്നുണ്ട്. റവറൻഡ് സമി തങ്കയ്യയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് എങ്ങനെയെന്നും ഞങ്ങൾ അവിടെ കണ്ടു. ശുശ്രൂഷയുടെ മധ്യത്തിൽ വിശുദ്ധ പീഠത്തിൽ വെച്ച് കേക്ക് മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അതിലുണ്ടായിരുന്നു. തങ്ങളുടെ പാസ്റ്ററുടെ കുടുംബത്തിന് വേണ്ടി രജനീകാന്തിനെയും അമിതാഭ് ബച്ചനെയും പോലും വെല്ലുന്ന രീതിയിൽ ഒരു ഫാൻ ബേസ് എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് സിനിമാ താരങ്ങൾക്കും പ്രശസ്തർക്കും FGAGയിൽ നിന്ന് പഠിക്കാവുന്നതാണ്. തമാശകൾ കലർത്തി പാസ്റ്റർ നടത്തിയ ആകർഷകമായ ഒരു പെപ് ടോക്കും ബ്രാക്കറ്റിൽ പ്രസംഗം ആരാധനയുടെ ഭാഗമായിരുന്നു. യാതൊരു നിയന്ത്രണങ്ങളോ വിശുദ്ധി കൽപ്പിച്ചിട്ടുള്ള പ്രത്യേകതകളോ ഇല്ലാതെ അപ്പവും വീഞ്ഞും ബ്രാക്കറ്റിൽ വിശുദ്ധ കുർബാന ജനങ്ങൾക്കിടയിലൂടെ കൈമാറുന്നതിനും ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. പരിശുദ്ധ അപ്പോസ്തോലിക സഭകളിൽപ്പെട്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തികച്ചും വിചിത്രമായിരുന്നു. കാരണം ഞങ്ങളുടെ പള്ളികളിലെ വിശുദ്ധ പീഠം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് ഞങ്ങൾ കാണാറില്ല. ഇത്ര ലാഘവത്തോടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാറുമില്ല. പ്രദീപ് മാത്യു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം. പ്രദീപ് മാത്യു എന്നയാൾ 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെന്തക്കോസ്തുകാരനായിരുന്നു എന്ന് ഈ പോസ്റ്റിൽ വ്യക്തമായി പറയുന്നു. ഇപ്പോൾ ഒരു ഓർത്തഡോക്സുകാരനും. എന്നാൽ ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ചിലതിൽ അദ്ദേഹം ഒരു പാസ്റ്ററാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ പെന്തക്കോസ്തു വിശ്വാസത്തെ അപമാനിക്കാനായി ഒരു പോസ്റ്റ് ഇടുന്നു. അദ്ദേഹം സന്ദർശിച്ച ആ സഭ പാസ്റ്റർ പോൾ തങ്കയ്യയുടെ FGAG ചർച്ചാണ്. ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട സഭകളിൽ ഒന്നാണത്. ഏകദേശം 40,000-ഓളം വിശ്വാസികൾ കൂടി വരുന്ന ഈ സഭയെക്കുറിച്ചാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. അവരൊക്കെ ആ സഭയിൽ വരുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും വളരെ സന്തോഷത്തോടെയാണ്. അതിനിടയ്ക്കാണ് 400-500 പേരുള്ള ഒരു പള്ളിയിലെ ഒരു ഇടവകയിൽ കൂടി നിന്ന ഒരു വ്യക്തി അവിടെ എത്തി നോക്കുന്നത്. പുതിയ നിയമ ആരാധന എന്താണെന്ന് പൗരോഹിത്യ സഭയിലേക്ക് തിരികെ പോയ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? താങ്കളൊരു പാസ്റ്ററായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ തീർച്ചയായും അത്ഭുതപ്പെടുന്നു. ആരാണ് താങ്കൾക്ക് ഓർഡിനേഷൻ നൽകിയത്? ഒരാരാധനയ്ക്ക് പോകുമ്പോൾ സാധാരണയായി നാം ഒരുക്കപ്പെടണം. വിമർശന ബുദ്ധിയാ പോകുന്നയാൾക്ക് എല്ലാം അങ്ങനെയേ തോന്നും. പരമ്പരാഗതമായി പെന്തക്കോസ്തു സഭകൾ കർത്തൃമേശ നടത്തുന്ന രീതിയിൽ തന്നെയാണ് ആ സഭയിൽ നടത്തുന്നത്. താങ്കൾ ആ സഭയിൽ കടന്നുപോയത് തന്നെ ഉറ്റുനോക്കാനായിരുന്നു എന്ന് ആ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വചനമുള്ളിൽ സംഗ്രഹിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരെ പരിഹസിക്കാനോ ഇകഴ്ത്താനോ നിൽക്കില്ല. പെന്തക്കോസ്തു സഭകളിലെ ആരാധന രീതികളിൽ പരിശുദ്ധാത്മാവിനാണ് സ്ഥാനം. ആത്മാവ് നടത്തുന്ന വഴികളിലൂടെ ദൈവിക ആരാധന നിർവഹിക്കുക എന്നതാണ് പെന്തക്കോസ്തു സഭകളുടെ രീതി. ഈ പോസ്റ്റിന് മറുപടിയായി ചില കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ കാര്യമാത്ര പ്രസക്തമായവയിൽ ചിലത് ഇവിടെ കൊടുക്കുന്നു. രാജു തോമസ് എന്നയാൾ എഴുതിയ കമൻ്റാണ് ഇനി വായിക്കുന്നത്. പ്രദീപിൻ്റെ പോസ്റ്റിൽ അതിശയോക്തി ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള വൺമാൻ ഷോ സഭകളുണ്ട്. അതൊക്കെ ഓരോ പേരിലുണ്ടാവും.
മുഖ്യധാരയിൽ വചനാടിസ്ഥാനത്തിൽ ആരാധന നടത്തുന്ന സഭകൾ ആണ് ഉള്ളത്. അവിടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഒന്നും കാണില്ല. 7 വർഷത്തിന് ശേഷം എന്നെഴുതിയല്ലോ. അപ്പോൾ പെന്തക്കോസ്ത് അനുഭവമുള്ള ക്രിസ്ത്യാനിയാണ്. എവിടെ ആയാലും മറ്റുള്ളവരെ നോക്കണ്ട, രക്ഷ പേഴ്സണലാണ്. അത് ഉറപ്പാക്കണം. അവനവൻ അത് തിരഞ്ഞെടുക്കുകയും പുലർത്തുകയും വേണം. മറ്റൊരു കമൻറ്റ് ലൗലി മാത്യു എന്നയാളുടേതാണ്. സഹോദര, കുറ്റം പറഞ്ഞ് വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? വിവിധ സഭകൾ വിവിധ രീതിയിൽ ശുശ്രൂഷിക്കുന്നു. സങ്കീർത്തനം വായിച്ച് ഗ്രഹിക്കുക. അവിടെ നൃത്തമാടിയും തപ്പോടും കിന്നരത്തോടും വീണമീട്ടിയും കർത്താവിനെ സ്തുതിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നതും നേരുള്ളവർക്ക് ഉചിതമത്രേ. കുർബാന വെറുതെ കാണുന്ന നിങ്ങൾ അതിനെ രുചിച്ചറിയുക. കർത്താവിനെ നല്ലവനെന്ന് രുചിച്ചറിയുക. മനുഷ്യൻ ബാഹ്യമായത് നോക്കുന്നു, നമ്മുടെ ദൈവമോ ഹൃദയശോധന ചെയ്യുന്നു. സണ്ണി ഏബ്രഹാം നിരണം എന്നയാളുടെ കമൻ്റാണ് അടുത്തത്. നീണ്ട 7 വർഷം ഞാൻ സംശയിച്ചു 70 വല്ലതുമാണോ എന്ന്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പാവം വെൽഡർ ഉണ്ടായിരുന്നു ഗൾഫിലെ ചൂടും വെൽഡിംഗ് ജോലി അല്പം കടുപ്പവുമാണ്. ഇടയ്ക്ക് പറയും, മോളുടെ കാര്യം എന്തെങ്കിലും ആയാൽ നാട്ടിൽ പോകാമായിരുന്നു എന്ന്. ഞങ്ങൾ വിചാരിച്ചത് വിവാഹം കഴിപ്പിച്ച് വിടാൻ വല്ലതുമാണോ എന്നാണ്. സംശയം കൊണ്ട് ചോദിച്ചു, മോൾ എന്ത് ചെയ്യുന്നുവെന്ന്. അപ്പോൾ പറയുകയാണ്, ഓള് LKGക്ക് പഠിക്കുന്നു. ഈ LKGയുടെ നീളമേ ഉള്ളൂ 7 വർഷം. യാത്ര ഇനിയും എത്രയോ വർഷങ്ങൾ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് ആവശ്യമായ മറുപടി ആ പോസ്റ്റിനടിയിലെ കമൻറ്റ് രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു ശുശ്രൂഷകനായിരുന്നു എന്നാണ് കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്രകാരം ഒരു ശുശ്രൂഷയിൽ നിന്ന മനുഷ്യൻ എത്രയോ പേരുടെ ശുശ്രൂഷകനായിരുന്നിട്ടുണ്ട്. അവരോടൊക്കെ ഇദ്ദേഹം എന്തായിരിക്കും പറഞ്ഞിരിക്കുക? വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഇദ്ദേഹം എന്തു പറഞ്ഞിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഓർത്തഡോക്സിലേക്ക് പോയി എന്നുമാണ് അറിയുന്നത്. എന്നിട്ട് ഒറ്റുനോക്കാനായി അദ്ദേഹം വീണ്ടും പെന്തക്കോസ്ത് സഭയിലേക്ക് വന്നിരിക്കുന്നു. സത്യവെളിച്ചം ഉള്ളിലുദിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പുതിയ ഒരു വിഷയമായി വീണ്ടും കാണുന്നവരെയും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.